നമുക്ക് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ വർഷത്തെ നമ്മുടെ അടുത്ത വർഷം, അതായത് 2026 തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷത്തെ എക്സാമുകൾ എങ്ങനെയായിരിക്കും വരുന്നത്? SBI ഒരു അനിശ്ചിതത്വമാണ്. എന്നിരുന്നാലും SBI ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ആദ്യം തന്നെ വരുന്നത്. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. സോ നമുക്ക് നോക്കിയാൽ SBI PO ക്ലർക്കിൻ്റെ ഒരു ഇത് വരുമ്പോൾ മെയ് തൊട്ട് ഓഗസ്റ്റ് വരെ അതിൻ്റെ ഇത് നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അപ്പം ചിലപ്പോൾ ജൂൺ ആകാം അതിനകത്ത്. സോ ആദ്യം SBI PO ക്ലർക്ക്, തൊട്ട് പുറകെ IPS PO ക്ലർക്ക് ഓഗസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ അത് തുടങ്ങുകയാണ്. ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെ അതിൻ്റെ പ്രോസസ്സ് നടക്കും. RRB PO ക്ലർക്ക് നവംബറിൽ തുടങ്ങി ജാനുവരി 2027 വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയ് തൊട്ട് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ കഠിനാധ്വാനം. ഓർക്കുക, ഇത് മെയിലല്ല നമ്മൾ തുടങ്ങേണ്ടത്. നമ്മൾ മിനിമം എന്നാണോ ഇന്ന് തൊട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കൊരു അലാറമാണിത്. നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. ഈ വർഷത്തെ ഈ പോസ്റ്റുകൾ നിങ്ങൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഇനി തൊട്ട് റിസൾട്ടുകളെല്ലാം സുതാര്യം, അല്ലെങ്കിൽ അതിൻ്റെ സീക്വൻസ് പറഞ്ഞിട്ടുണ്ട്. പണ്ടങ്ങനെ അല്ലായിരുന്നു. RRBയിൽ പെട്ടുപോയാൽ പിന്നെ നിങ്ങൾക്ക് വേറൊരിടത്ത് നല്ലയിടത്ത് കിട്ടിയാൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ എന്നാൽ ഈ വർഷം തൊട്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആദ്യം നിങ്ങൾക്ക് SBI PO കിട്ടുന്നതാണെങ്കിൽ അതിന് കിട്ടിയാൽ നിങ്ങൾക്ക് വേറൊന്നും പോകേണ്ട കാര്യമില്ല. അംബീഷ്യസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, അത് എയിം ചെയ്യുന്നവർക്ക് അത് കിട്ടും. തൊട്ട് പുറകെ IPS PO ഉണ്ട്, അത് കഴിഞ്ഞ് RRB PO ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് മുന്നേറണമെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ സീക്വൻസ്, ഇനി തൊട്ട് ഈ സീക്വൻസുകളൊക്കെ ഈ ടൈം ടേബിൾ ആയിരിക്കും മുന്നോട്ട് നീങ്ങുന്നതെന്ന് അറിയുക. അതിനായി നല്ലപോലെ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾക്കൊരു മാസ്റ്റർ പ്ലാൻ, അതിന്ന് തന്നെ നിങ്ങളുടെ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോകുക. ഇതാണ് അടുത്ത വർഷത്തെ മോസ്റ്റ്ലി വരുന്ന സീക്വൻസ്. SBIയുടെ കാര്യം മാത്രമാണ് നമുക്കറിയാത്തത്. എന്നിരുന്നാലും ആ സമയത്ത് തന്നെ വരാനാണ് ചാൻസ്.